മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ വ്യക്തിപരമായി എൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നയമാണ്. യാതൊരു മാറ്റവുമില്ല. മതപരിവർത്തനം നിരോധിക്കപ്പെടണം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ പരാവർത്തനവും നടക്കരുതല്ലേ? മതപരിവർത്തനം നടത്തുന്നവർ അവർക്ക് മനംമാറ്റം ഉണ്ടാകുകയും അവർ ഇതര മതസമൂഹത്തെ ദൂഷിക്കപ്പെടുകയും അതുപോലെ അവരെ തെറ്റു പറയുകയും അവരുടെ മതത്തെ കടന്നാക്രമിക്കുകയും അതുപോലെ രാജ്യത്തിനെതിരെ പോലും പ്രവർത്തിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അത് നടപടിയെടുക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് പറ്റുന്നില്ലേ? അത് അവരുടെ കഴിവുകേടാണോ? അറിയാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തിനെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയുള്ളവർക്കെതിരെ എടുക്കുന്ന വളരെ കൃത്യമായി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ മാത്രം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ കേസെടുക്കരുത്, നിയമം പാലിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ എന്തുമാകാമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാനതുകൊണ്ടാണ് മുമ്പ് സൂചിപ്പിച്ചത്, അമൃതാനന്ദമയി അമ്മയ്ക്കെതിരെ, ശങ്കരാചാര്യർക്കെതിരെ, ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കെതിരെ ഒക്കെ കേസെടുക്കുമ്പോൾ ഒരാളും മുറവിളി കൂട്ടുന്നില്ല. കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വാദിക്കാൻ ചെയ്യാത്തതുകൊണ്ടാണ് ആളുകൾക്ക് അതിൽ ഇടപെടേണ്ടി വരുന്നത്. ചിലത് നിയമത്തിനപ്പുറത്തേക്ക് ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത്. ശ്രീ ES ബിജു.